സങ്കീർത്തനങ്ങളിലെ അവസാന 5 സങ്കീർത്തനങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത് ദൈവത്തോടുള്ള സ്തുതികളും ആരാധനകളുമാണ്. സർവ്വസൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഹ്വാനമാണ് ഇതിലുള്ളത്. അവസാനത്തിലുള്ള 5 സങ്കീർത്തനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഹല്ലേലൂയ അഥവാ യഹോവയെ സ്തുതിപ്പി എന്ന് പറഞ്ഞാണ്. 148-ാം സങ്കീർത്തനത്തിൽ 3 കൂട്ടരോട് ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് ആവശ്യപ്പെടുന്നു. 1. സ്വർഗത്തിലെ നിവാസികളോട് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. 148-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദൈവസ്തുതി പ്രതിധ്വനിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നുമാണ്. സ്വർഗം സ്തുതികളുടെ വിളനിലമാണ്. യെശയ്യാവ് കണ്ട ദർശനവും ഇതുതന്നെയല്ലേ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖംമൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. യെശയ്യാവ് 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പത്മോസ് ദ്വീപിൽ വെച്ച യോഹന്നാനും സ്വർഗത്തിലെ ആരാധനയെയും സ്തുതിയെയും കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാമത് വചനം. സ്തുതിയും ആരാധനയുമുള്ള ഭവനങ്ങൾ സ്വർഗമാകുന്നു, അതില്ലാത്ത ഭവനങ്ങൾ നരകമാകുന്നു. അവിടെ സാത്താൻ കയറി വരുന്നു. കാരണം സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കഴിയാതെ സ്വയം അഹങ്കരിച്ച് സ്വർഗം നഷ്ടപ്പെടുത്തി ഭൂമിയിലേക്ക് തള്ളപ്പെട്ട ദൂതന്മാരാണ് സാത്താന്മാർ. അവർ ഭവനത്തിലെ സ്തുതിയും ആരാധനയും സന്തോഷങ്ങളും മോഷ്ടിക്കുന്നവരാണ്. സാത്താൻ്റെ പരാജയം മനുഷ്യർക്കും വന്നു കാണുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. ദൈവസ്തുതികളെ ഭവനങ്ങളിൽ ഇല്ലാതാക്കുവാൻ സാത്താൻ സദാസമയവും പരിശ്രമിക്കും. ശൗലിൻ്റെ ബാധ ഒഴിഞ്ഞത് ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ്. അതുകൊണ്ട് ദൈവസ്തുതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ എഴുതി. 2. പ്രകൃതിയിലെ സകലതുമേ ദൈവത്തെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരോടും സകല നക്ഷത്രങ്ങളോടും സമുദ്രത്തിലെ വെള്ളത്തോടും തിമിംഗലങ്ങളോടും എല്ലാ ആഴികളോടും തീയിനോടും കൽമഴയോടും ഹിമത്തോടും കാറ്റിനോടും പർവ്വതങ്ങളോടും സകല കുന്നുകളോടും ഫലവൃക്ഷങ്ങളോടും സകല ദേവദാരുക്കളോടും മൃഗങ്ങളോടും സകല കന്നുകാലികളോടും ഇഴജന്തുക്കളോടും പറവജാതികളോടും ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് ആഹ്വാനം ചെയ്യുന്നു. കാരണം സൃഷ്ടാവ് കൽപ്പിച്ചിട്ട് അവയുണ്ടായി. സ്വർഗവും ഭൂമിയും ഭൂമിയിലുള്ള സകലതും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പ്രപഞ്ച സ്നേഹിയായ ദാവീദ് പറയുന്നു. 3. ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിന് മേലായിരിക്കുന്നു. 148-ാം സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. സ്തുതികൾക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ആകാശത്തിന് കീഴെ ഭൂമിയിൽ രക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തിൽ കൂടിയാണ് രക്ഷ വരുന്നത്. സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ രക്ഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ കാൽവരിയാഗം പാപികളായ നമുക്ക് രക്ഷയും വീണ്ടെടുപ്പും തന്നു. അതിനാൽ ഭൂമിയിലെ സകല ഭൂവാസികളും ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു. ദൈവം ചെയ്ത സകല നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തുതിയും ആരാധനയും നന്ദിയും സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങൾ ദൈവസ്തുതികൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് നിറയുന്ന സ്വർഗീയ ഭവനങ്ങളായി മാറുവാൻ സർവേശ്വരൻ എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം.
ഇമെയിൽ aroma matrimony2020@gmail.com.